ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ വരുന്നത്. MR അജിത് കുമാറിനും മലപ്പുറം മുൻ SP സുജിത് ദാസിനുമെതിരായ വിജിലൻസ് അന്വേഷണത്തിന് ഒറ്റ ഉത്തരവിറക്കിയിരിക്കുന്നു സർക്കാർ. അജിത് കുമാറിനെതിരെ 5ഉം സുജിത് ദാസിനെതിരെ 3ഉം വിഷയങ്ങളാണ് അന്വേഷണ പരിധിയിലുള്ളത്. ഉത്തരവിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. ഹരിമോഹൻ വിവരങ്ങൾ നൽകും. ഹരി, ഒടുക്കം സുജിത് ദാസിനെതിരെ, അതിനപ്പുറം ADGP MR അജിത് കുമാറിനെതിരെ ഒരു വിജിലൻസ് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഇപ്പോൾ PV അൻവർ ഉന്നയിച്ച നിരവധി ആരോപണങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് നേരത്തെ തന്നെ ഉയർന്ന ഏറെക്കുറെയെല്ലാം അൻവർ തന്നെയാണ് പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഇപ്പോൾ ആഡംബര വീടിന്റെ കാര്യമായാലും ഡാൻസ് ഓഫ് സംഘത്തിന്റെ ദുരൂഹത നിഗൂഢതകളാണെങ്കിലും ഒക്കെ. അപ്പോൾ ഒരു വിജിലൻസ് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതിൻ്റെ അന്വേഷണ പരിധിയിൽ എന്തെല്ലാം കാര്യങ്ങൾ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ഉത്തരവിൻ്റെ ഉള്ളടക്കം ഏത് രീതിയിലാണ് ഹരി? സൈഫുദ്ദീൻ ശുപാർശ സംസ്ഥാന പോലീസ് മേധാവി നൽകിയതിന്റെ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ സർക്കാർ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്, വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട്. ഇതിൽ PV അൻവർ നൽകിയിട്ടുള്ള പരാതികളിൽ പറയുന്ന ചില കാര്യങ്ങൾ അതൊക്കെ സാമ്പത്തിക ആരോപണങ്ങളുടെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തങ്ങൾക്ക് അന്വേഷിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിൽ സംസ്ഥാന പോലീസ് മേധാവി എത്തുകയും അങ്ങനെയാണ് ശുപാർശ നൽകുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ സാമ്പത്തിക ആരോപണങ്ങൾ ഉൾപ്പെട്ട 5 ആരോപണങ്ങളാണ് ഇപ്പോൾ നിലവിൽ വിജിലൻസിന് അന്വേഷിക്കാൻ വേണ്ടി നൽകിയിരിക്കുന്നത്. അതിൽ 5 ആരോപണങ്ങൾ അജിത് കുമാറിനെതിരെയുണ്ട്. അതിൽ 3 എണ്ണവും സുജിത് കുമാറിനെതിരെ കൂടിയുള്ളതാണ്. ആ ആരോപണങ്ങൾ എന്ന് പറയുന്നത് മലപ്പുറം SP ക്യാമ്പ് ഓഫീസിലെ മരമുറിയുമായി ബന്ധപ്പെട്ട ആരോപണമാണ്. ആ മരമുറി ആരോപണത്തിൽ 2 പേർക്കെതിരെയും, അതായത് അജിത് കുമാറിനും സുജിത് ദാസിനുമെതിരെ അന്വേഷണം നടത്താൻ വേണ്ടി വിജിലൻസിനോട് പറഞ്ഞിട്ടുണ്ട്. അതേസമയം മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒരു കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി കൈക്കൂലി വാങ്ങി, അത് MR അജിത് കുമാർ വാങ്ങി എന്നുള്ളതാണ് മറ്റൊരു പരാതി. അതിൽ അന്വേഷണം നടത്തുന്നുണ്ട്. അതുകൂടാതെ മലപ്പുറത്തെ ഡാൻസ് ഓഫ് സംഘാംഗങ്ങൾ സുജിത് ദാസ് ഒപ്പം MR അജിത് കുമാർ ഇവർ പിടിച്ചെടുക്കുന്ന സ്വർണ്ണക്കടത്ത് സംഘത്തിൽ നിന്നും പിടിച്ചെടുക്കുന്ന സ്വർണത്തിൽ കൃത്രിമം കാണിക്കുന്നുണ്ട്, അതിൽ സ്വർണം കൈക്കലാക്കുന്നുണ്ട് എന്നുള്ള ഒരു ആരോപണം PV അൻവർ ഉന്നയിച്ചിരുന്നു. പരാതിയായി നൽകുകയും ചെയ്തിരുന്നു. ഇതും അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. അതുകൂടാതെ MR അജിത് കുമാറിന്റെ തിരുവനന്തപുരം കവടിയാറിലെ ഭൂമി വാങ്ങലും ആ ഭൂമിയിൽ ആഡംബര വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണം ഉണ്ടായി. അത് കോടിക്കണക്കിന് രൂപയാണ് അതിനുവേണ്ടി ചെലവഴിക്കുന്നത്. അതിന്റെ സോഴ്സ് അടക്കം പരിശോധിക്കണമെന്നുള്ളതാണ് PV അൻവറിന്റെ പരാതിയിൽ പറയുന്നത്. അതും അന്വേഷണ പരിധിയിൽ ഉണ്ടാകും. മറ്റൊന്ന്, അജിത് കുമാറിന്റെയും സുജിത് ദാസിന്റെയും മലപ്പുറത്തെ ഡാൻസ് ഓഫ് ടീമിന്റെയും അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതിയാണ്. അതും ഈ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടും. സാധാരണഗതിയിൽ ഒരു ഉത്തരവിറക്കുമ്പോൾ അത് പ്രാഥമിക അന്വേഷണമാണോ പ്രാഥമിക പരിശോധനയാണോ എന്നുള്ളതൊക്കെ തന്നെ വ്യക്തമാക്കാറുള്ളതാണ്. പക്ഷേ ഈ പുറത്തിറങ്ങിയിരിക്കുന്ന ഉത്തരവിൽ വിജിലൻസ് അന്വേഷണം നടത്തണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇനിയിപ്പോൾ അതിനൊരു ഔദ്യോഗിക സ്വഭാവം കൈവരും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് ഒരു ഉത്തരവ് തന്നെ വിജിലൻസ് മേധാവി പുറപ്പെടുവിക്കുമെന്നുള്ള കാര്യം അറിയാൻ കഴിഞ്ഞത്. വിജിലൻസ് മേധാവി നിർബന്ധിതാവസ്ഥയിലേക്ക് പാർട്ടിയും മുന്നണിയും ഒക്കെ എത്തിച്ചേർന്നതാണ്. വലിയ സമ്മർദ്ദം മുന്നണിക്കകത്തു നിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് CPM-ഉം RJD-യും ഒക്കെ ഉയർത്തിയ വലിയ വിമർശനങ്ങളും ആവശ്യവും ഒക്കെ ആ നിലക്ക് അവിടെയുണ്ട്. അപ്പോൾ MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിലേക്ക് എന്നുള്ള ഒരു നീക്കം എങ്ങനെയാണ് സർക്കാർ സൈഡിൽ നിന്നുണ്ടായത്? എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? കടുത്ത സമ്മർദ്ദം സർക്കാരിനുണ്ടായിട്ടുണ്ട്. അത് ചെറിയ രീതിയിലൊന്നുമല്ല സർക്കാരിനെ അത് ബാധിച്ചിട്ടുള്ളത്. കാരണം ആദ്യം ഒരു DGPയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തെ തീരുമാനിച്ച് PV അൻവർ MLA-യുടെ പരാതികളിലൊക്കെ തന്നെ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ പോലും അതിന് ഒരു തരത്തിലും ഈ ഘടകകക്ഷികളെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അന്വേഷണം ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിലും ആ അന്വേഷണത്തിൽ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തി ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ കസേരയിൽ തുടരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ഘടകകക്ഷികളും പ്രതിപക്ഷവും ഒക്കെ തന്നെ ഉയർത്തിയ ഒരു വിഷയം. ആരോപണ വിധേയനെ തത്സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടൊരു അന്വേഷണം എന്നുള്ള നിലയ്ക്കായിരുന്നു പലവട്ടം ആവശ്യപ്പെട്ടതെങ്കിൽ പോലും സർക്കാർ അതിന് തയ്യാറായില്ല. പക്ഷേ അതേസമയം ഒരു ഇരട്ട നീതി അവിടെ പ്രവർത്തിക്കുകയും ചെയ്തു. ഒരു വശത്ത് അജിത് കുമാർ ആ സ്ഥാനത്ത് തുടരുകയും മറുവശത്ത്
സുജിത് ദാസിനെ സ്ഥലം മാറ്റുകയും അതിനുശേഷം സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന നടപടിയിലേക്ക് സർക്കാർ പോവുകയായിരുന്നു. ഇതിൽ ചില സാങ്കേതികമായ കാര്യങ്ങൾ മാത്രമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത്. അതായത് ഈ സുജിത് ദാസിനെതിരായ ആരോപണം അല്ലെങ്കിൽ പരാതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ തൃശൂർ റേഞ്ച് DIGയുടെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മരമുറിയുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സസ്പെൻഷൻ എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അജിത് കുമാറിനെതിരെ അത്തരം അന്വേഷണ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അതിന് 1 മാസം എടുക്കും. അതായത് ഒക്ടോബർ 1-ാം തീയതിയോട് കൂടിയാണ് അന്വേഷണം അവസാനിക്കുക. അതുകൊണ്ട് ആ റിപ്പോർട്ട് കിട്ടട്ടെ എന്നുള്ളതാണ് LDF യോഗത്തിലടക്കം മുഖ്യമന്ത്രി വാദിച്ചു നിർത്തിയൊരു കാര്യം. പക്ഷേ അന്വേഷണം കഴിയുന്നതുവരെ ആരോപണ വിധേയനായിട്ടുള്ള ഒരു വ്യക്തിയെ മാറ്റി നിർത്തുക എന്നുള്ള ഒരു ആവശ്യമാണ് ഈ ഘട്ടങ്ങളിൽ എല്ലാം തന്നെ ഉയർന്നത്. ഇപ്പോൾ നിലവിൽ വിജിലൻസ് അന്വേഷണവും അതിന്റെ പശ്ചാത്തലത്തിലാണ് വരുന്നത് എന്ന് കൂടി നോക്കിക്കാണേണ്ടതുണ്ട്. കാരണം അതിൽ ഒന്ന് സംസ്ഥാന പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘമായി അന്വേഷിക്കുന്നു, മറ്റൊരിടത്ത് ഇപ്പോൾ വിജിലൻസ് അന്വേഷണവും കൂടി വന്നിരിക്കുന്നു. രണ്ടിനും ഒരു ഔദ്യോഗിക സ്വഭാവമുണ്ട്. ഇതിനിടയ്ക്ക് നിരവധിയായിട്ടുള്ള ആരോപണങ്ങളും അജിത് കുമാറിനെതിരെ വരുന്നു. ഇനി എത്ര നാൾ ഈ സ്ഥാനത്ത് ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് അജിത് കുമാറിനെ നിർത്താൻ കഴിയും, അല്ലെങ്കിൽ സർക്കാരിന് എത്ര നാൾ അങ്ങനെ സംരക്ഷണ കവചം തീർത്തുകൊണ്ട് അജിത് കുമാറിനെ ചേർത്തുപിടിച്ച് നിർത്താൻ കഴിയും? ഇതിനിടയിൽ DGPയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം മറ്റൊരു വശത്ത് പുരോഗമിക്കുന്നുണ്ടല്ലോ. അതിന്റെ ഒരു ഗതി എന്തായിരിക്കും ഇനി? ഇത് ഒക്ടോബർ 1 വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. ആ ഒക്ടോബർ 1-ന് മുമ്പ് അന്വേഷണം പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. അപ്പോൾ അതിനു മുൻപ് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉദ്ദേശിക്കുന്നത്. പക്ഷെ അപ്പോഴും ചില പ്രശ്നങ്ങളുണ്ട് ദീപദീൻ. അതായത് ഈ PV അൻവർ MLA പരാതിയിൽ പറയുന്ന ആരോപണങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണത്തിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്കെങ്കിലും എത്തിയതെന്ന് പറയാൻ കഴിയും. കാരണം അൻവറിന്റെ മൊഴിയെടുക്കുന്നു, അജിത് കുമാറിന്റെ മൊഴി 4 മണിക്കൂറെടുത്ത് വിശദമായി രേഖപ്പെടുത്തുന്നു. ഇതൊക്കെ നടന്നു. പക്ഷേ മുഖ്യമന്ത്രി നൽകിയ ചില ഉറപ്പുകളുണ്ട്. അതായത് RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച, തൃശൂർ പൂരം കലങ്ങൾ തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണവും ഇതിനോടൊപ്പം നടക്കും എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി നൽകിയ ഒരു ഉറപ്പ്. പക്ഷേ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാൻ വേണ്ടി അജിത് കുമാറിനെ വിളിച്ച സമയത്ത് ഈ RSS നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച് ഒരൊറ്റ ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. അതായത് ആ വിഷയത്തിൽ ഒരു തരത്തിലുള്ള മൊഴിയെടുപ്പും ഇതേവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ PV അൻവറിന്റെ പരാതിയിൽ പറയുന്ന 15 ആരോപണങ്ങൾ, ആ ആരോപണങ്ങളിൽ മാത്രമാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയും അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അന്വേഷണം എത്തുകയും ചെയ്തത്. അതേസമയം മുഖ്യമന്ത്രി നൽകിയ ഉറപ്പുകളിൽ പറയുന്ന മറ്റു ചില കാര്യങ്ങൾ, ഈ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ അടക്കം ഉള്ള അന്വേഷണം ഇനിയും ഏറെ ദിവസം നീളാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. ഈ ഒക്ടോബർ 1-ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അൻവറിന്റെ പരാതിയിലെ കാര്യങ്ങളിൽ മാത്രമായിരിക്കും എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് വലിയ രീതിയിൽ CPIയെ സംബന്ധിച്ച ഒരു വിഷയമാകാനുള്ള സാധ്യത കൂടിയുണ്ട്. കാരണം ഇതിൽ RSS നേതാക്കളുമായി കൂടിക്കാഴ്ചയിൽ വളരെ കർക്കശമായിട്ടുള്ള നിലപാട് ഘടകകക്ഷികൾ സ്വീകരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് നൽകിയത് ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ മലപ്പുറത്തെ SP ക്യാമ്പ് ഓഫീസിലെ മരംമുറിയിൽ നിന്ന് തുടങ്ങി അത് സുജിത് ദാസിൽ നിന്നും വിട്ട് ADGP MR അജിത് കുമാറിലേക്ക് എത്തി. ADGP MR അജിത് കുമാറിന് തന്നെ നേരിട്ടുള്ള വഴിവിട്ട ഇടപാടുകളിലേക്ക് വളർന്ന് ഇപ്പം CPM-നെയും LDF-നെയും ഒക്കെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്ന RSS നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ച വരെ നീണ്ട PV അൻവറിൻ്റെ വലിയ ആരോപണങ്ങൾ അഴിച്ചുവിട്ട വലിയ കൊടുങ്കാറ്റിനൊടുക്കം സർക്കാർ ഇപ്പോൾ ഒരു വിജിലൻസ് അന്വേഷണത്തിന് നിർബന്ധിതരായിരിക്കുന്നു. എന്തായാലും ഒറ്റ ഉത്തരവിലൂടെ ഉയർന്ന എല്ലാ ആരോപണങ്ങളിലും വിജിലൻസ് അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. വിശദാംശങ്ങൾ നൽകിയത് ഹരിമോഹൻ.